ഇന്ന് എല്ലാവരെയും കുറച്ച് 10 മണിച്ചെടികൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള ഏകദേശം ഒരു 10-15 വെറൈറ്റി കളറുള്ള ചെടികളുണ്ട്. അപ്പോൾ അവയെല്ലാം കൂടെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇവയെല്ലാം ഞാൻ വാങ്ങിയത് 200 രൂപയ്ക്ക് ഏകദേശം 15 വെറൈറ്റികളാണ് എനിക്ക് കിട്ടിയത്. ഒരു വെറൈറ്റിയുടെ ഏകദേശം 4 തണ്ട് വെച്ചാണ് നമുക്ക് അവർ ഓൺലൈനിൽ അയച്ചു തന്നത്. ഈ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. നമുക്കിത് അയച്ച് തന്ന് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞ് പൈസ അയച്ചു കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞ മഴക്കാലത്താണ് ഞാനിതൊക്കെ വാങ്ങി വെച്ചത്. മഴക്കാലത്ത് 10 മണിച്ചെടി അധികം പൂക്കളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളത് സേഫായിട്ടത് നശിച്ചു പോകാതെ മാറ്റി വെച്ചു. മഴയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീണ്ടും അതിനെ എടുത്ത് റീപോർട്ട് ചെയ്ത് വെച്ചത്. ഞാനിത് ബോൺസായി പോട്ടുകളിലാണ് റീപോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പോട്ടി മിക്സായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി, കുറച്ച് മണൽ, അതുപോലെ തന്നെ സാധാ നമ്മുടെ മണ്ണ്, ഇവയാണ് ചേർത്തിരിക്കുന്നത്. ചാണകപ്പൊടി ഇതിൽ ചേർത്തിരിക്കുന്നത് കൂടുതലായിട്ട്, എങ്കിലേ നല്ല കരുത്തിന് ഇത് ചെടി പെട്ടെന്ന് കയറി വരികയുള്ളൂ. നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു 10-30 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ചെടിയുടെ കൂമ്പ് നുള്ളി കളയും എല്ലാത്തിൻ്റെയും. അപ്പോൾ അതിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ കണ്ടമാനം തണ്ടുകൾ വീണ്ടും പൊട്ടി മുളയ്ക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും അതുപോലെ നമ്മൾ നട്ടിരിക്കുന്ന ചട്ടി നിറയെ തിങ്ങിയത് വളർന്നു വരും. അതുപോലെ നമ്മളിതിന് ഒരു 20 ദിവസം കൂടുമ്പോൾ ഏകദേശം DAP എന്ന് പറഞ്ഞ വളം ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു 10-15-20 തടിയൊക്കെ വെച്ചിട്ട് കൊടുക്കും. പിന്നെ ഇടയ്ക്ക് DAP നമ്മൾ സ്പ്രേ അടിക്കാറുണ്ട്. അപ്പോൾ ചെടിക്ക് ധാരാളം പൂക്കളുണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ പൊട്ടാഷ് ഇട്ട് കൊടുക്കാറില്ല. പൊട്ടാഷ് അല്ലെങ്കിൽ NPK വളങ്ങളൊന്നും ഇടാറില്ല. അത് ഇതുപോലെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചട്ടികൾ നമ്മൾ കൊണ്ട് വളം ഇട്ട് കഴിഞ്ഞാൽ ചെടിയുടെ തണ്ട് നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളധികം വളം അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല, പൊട്ടാഷോ തിങ്ങിയ സാധനം. പിന്നെ ഇതിൽ നമ്മൾ വീണ്ടും അഡീഷണലായിട്ട് ചാണകപ്പൊടി ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ഈ തണ്ടിൻ്റെ കളറും പതുക്കെ പച്ച നിറത്തിൽ നിന്ന് വെളുത്ത് വരും വളം കുറയുമ്പം ഇട്ട പോട്ടി മിക്സിൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ നല്ല വെയിലാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ ദിവസവും നിറയെ പൂക്കളായിരിക്കും. പല കളർ മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ കാണുവാൻ നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്താണ് ഇത് നല്ലതുപോലെ പൂവുണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട്. അപ്പോൾ ഡെയിലി നനച്ച് കൊടുക്കാറുണ്ട്. മഴയുള്ള ദിവസങ്ങളിൽ നനയ്ക്കാറില്ല. മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ രാവിലെയും അല്ല വൈകിട്ടാണ് നനച്ച് കൊടുക്കുന്നത്. രാവിലെ നനയ്ക്കാറില്ല കേട്ടോ. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചാൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിത് ചട്ടിയെല്ലാം ഒരു കല്ല് വെച്ച് പൊക്കിയാണ് വെച്ചിരിക്കുന്നത് നിലത്തുനിന്ന്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇതിന് ചട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നട്ടു വയ്ക്കാൻ. സാധാ മണ്ണി നട്ടാലും മതി. നല്ല വെയിലത്ത് നടണമെന്ന് മാത്രമേ ഉള്ളൂ. നിറയെ പൂക്കളുണ്ടാവും. വളം ഒരു പ്രധാന ഘടകമാട്ടോ. വളം കുറയ്ക്കരുത്. വളം നമ്മൾ ഇടുന്നതിനനുസരിച്ചാണ് പൂക്കളുടെ കളറും അതുപോലെ ഉണ്ടാകുന്നതിൻ്റെ എണ്ണവും